നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീനൂസ് മലയാളം വ്ലോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ ഡിഷാണ്, പിടിയും വറുത്തരച്ച കോഴിക്കറി. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മുളകൊക്കെ ഒന്ന് തിരുമ്മി ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായി കഴുകി ഒരു മീഡിയം സൈസിൽ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്, തീരെ ചെറിയ കഷ്ണമല്ല. ഇതിപ്പോൾ 2 കിലോ ചിക്കൻ ഉണ്ട്, കാരണം എനിക്കിന്നിവിടെ ഗസ്റ്റൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് കൂടുതലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇനി നമുക്ക് ചിക്കനുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ പാനിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് രണ്ടും ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പോൾ 2 കിലോ ചിക്കനുള്ള ഞാൻ ഇത്രയാണ് ഇപ്പോൾ ഇവിടെ ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് സവാള നമ്മൾ 4 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ഒരുമാതിരി വലിപ്പമുള്ള സവാളയാണ്, നമ്മൾ അരിയുമ്പോൾ കൂടുതലുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ചെറുത് സവാളയാണ് കൂടുതലെണ്ണം എടുക്കുക. പിന്നെ ഞാൻ ഒരു 5 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിതിലേക്ക് ഇത് ഒന്ന് നന്നായി വഴണ്ട് വന്ന ശേഷം നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്ത് ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നോളം വരെ അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ആവശ്യത്തിന് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇനി നമ്മൾ വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ വറുക്കുന്ന സമയത്തും ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉള്ളിയിലേക്ക് ഇനിയിപ്പോൾ ചിക്കൻ മസാല ഒന്നും ഇടേണ്ട ആവശ്യമില്ല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഏകദേശം ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നന്നായി ബ്രൗൺ നിറമായി നല്ല ഫ്രൈ ആയി വരണം തേങ്ങ. ഇനി നമ്മളിത് അരച്ചെടുത്ത അരപ്പാണിത്. വെള്ളം കുറച്ച് അരച്ചെടുക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരപ്പ് മൊത്തത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ചിക്കൻ്റെ പാത്രം മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാനായിരുന്നു എടുത്തിരുന്നത്. അതിലേക്ക് എനിക്ക് ഇത്രയും വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അരപ്പും ചേർത്ത് ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ നന്നായി വെന്തിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് ചിക്കൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നല്ല കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട ശേഷം നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഇനി ഈ ചിക്കൻ കറി നമ്മൾ പിടിയും ചിക്കൻ കറിയും കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി പിടി ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ പൊടി, ഒരു കിലോയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്, പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ അളവാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ എല്ലാ അളവ് പകുതിയായിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. ജീരകം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ജീരകം ചേർത്താൽ അത്രയും നല്ലതാണ് പിടിക്ക്. പിന്നെ ഞാനിവിടെ തേങ്ങ ചേർത്തുകൊണ്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ പിഴിയുമല്ലോ പിടിക്കുക, ആ പിഴിഞ്ഞെടുത്ത തേങ്ങ കളയണ്ട, അത് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ
കുഴയ്ക്കുമല്ലോ അതേപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക, എന്നിട്ട് സ്പൂൺ വെച്ച് നല്ല ചൂടാണ്ട് നമുക്ക് കൈ വെച്ച് അന്നേരം മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്ത് അളവ് അനുസരിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇടിയപ്പത്തിനും നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ കുഴയ്ക്കുന്ന ആ ഒരു പാകം തന്നെയാണ് ഇതിനും വേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ തണുത്ത ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. നിങ്ങൾക്ക് തീരെ ചെറിയ ബോൾസ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിൽ. ഞാനിപ്പോൾ ഇതാ ഒരു ഇത്രയും വലുപ്പത്തിലാണ് എടുക്കുന്നത്. അങ്ങനെ ചെറിയ ബോൾസായിട്ട് ചെറിയൊരു ചൂടോടുകൂടി തന്നെ എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. പിന്നെ പിടിക്കുകയോ അങ്ങനെ വല്ലാണ് കൈ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്ത ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്താ ഇതുപോലെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇതങ്ങോട്ട് നന്നായിട്ട് ഇടിച്ച് കുഴച്ച് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും സോഫ്റ്റായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ അത്രയും ഒരു ഇതുമ്പോൾ നമ്മൾ ഉരുട്ടി എടുക്കുമ്പോൾ കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടും. പിന്നെ അഥവാ പിടിക്കുവാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കൈ ഒന്ന് നനച്ച് കൊടുത്ത ശേഷം ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 ലിറ്റർ പാലുണ്ടാവും. അതായത് നമ്മൾ വെള്ളം ചൂടുവെള്ളം ചേർത്താണല്ലോ പാൽ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ വെള്ളവും പാലിൻ്റെയും കൂടി അളവ് ഒരുമിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 1.5 ലിറ്റർ, അതായത് നമ്മളിപ്പോൾ ഇത്രയും പിടി ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1.5 ലിറ്റർ എന്ന് പറഞ്ഞത്. ഈ പാത്രം 600 ml പാത്രമാണ്. ഇതിന് 2 തവണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തവണ ഞാൻ ഇതിന് അരഭാഗവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പം മൊത്തം ഒരു 1500 ml, ഒരു 1.5 ലിറ്റർ പാലുണ്ടാവും. അപ്പം ഇത്രയും പിടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പാൽ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പിടി ഉണ്ടാക്കുന്ന കുറച്ചാണനുസരിച്ച് പാലിൻ്റെ അളവും കുറയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ ഉരുളിയിൽ ഏകദേശം നിറച്ചിട്ടുണ്ട്. ഇനി പിടിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഇത് നല്ല മീതെ നിൽക്കും, അത്രയും പാലുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇത് പിന്നെ ഞാനിതിൽ രണ്ടാം പാലും മൂന്നാം പാലുമാണ് എടുത്തിരിക്കുന്നത്. ഒന്നാം പാൽ ഞാൻ എടുത്തിട്ടില്ല. ഒന്നാം പാൽ ലാസ്റ്റ് നമ്മളിതിൻ്റെ തിക്നെസ് നോക്കിയിട്ട്, തിക്നെസ് കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് കൂടത്തുള്ളൂ എന്തായാലും. പക്ഷേ നല്ല തിക്കായിട്ട് തന്നെ വരികയാണ്, വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ വരും നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും ഒഴിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് എൻ്റെ തിക്നെസ് അനുസരിച്ച് വേണമെങ്കിൽ മാത്രം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ബൗൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പൊടിഞ്ഞു പോകാതെ പയ്യെ ഇട്ട് കൊടുക്കണം. കണ്ട നന്നായി തിളച്ച ശേഷമാണ് ഞാൻ ഇടുന്നത്, അതിന് മുമ്പ് ഇടരുത്. അതിന് മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പാലിലേക്ക് അലിഞ്ഞ് ചേർന്ന് പോവും. നല്ല തിളച്ച ശേഷം ഇട്ട് കൊടുത്താലേ അത് പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 10-15 മിനിറ്റ്, അതായത് നമ്മളൊന്ന് നോക്കുക, നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട് ബോൾസ് നമ്മളെടുത്ത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. ഉള്ളൊക്കെ നന്നായി വെന്ത ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഒന്നാം പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒഴിക്കുകയാണെങ്കിൽ മാത്രം ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാൽ, അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒഴിച്ചാലും മതി. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, അപ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഇപ്പം ഞാൻ എന്താ ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പിടിയും വറുത്തരച്ച കോഴിക്കറിയും റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.